എന്തുകൊണ്ടാണ് നമ്മൾ പലരും ഒരു ദിവസം 12 മണിക്കൂറിന് അടുത്ത് ജോലി ചെയ്യുകയും ഇഎംഐ അടച്ചും അതൊരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ടോട്ടലി മനസ്സ് ഒരു മരിച്ച രീതിയിലായി പോവുകയും പക്ഷെ ജപ്പാനിലുള്ളവര് 100 വയസ്സും അതിനപ്പുറവും സന്തോഷത്തോടെ ജീവിക്കുന്നതും എങ്ങനെയാണ്? ചെറിയ ഗാർഡനിങ് ഒക്കെ ചെയ്ത് കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് പലരും 100 വയസ്സിനപ്പുറം ജീവിക്കുന്നുണ്ട് ജപ്പാനില്. വെൽക്കം ബാക്ക് ടു ബ്രിൻടോ ദ എൻസോ. എൻസോ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ വി ആർ വിത്ത് ഇംപെർഫെക്ഷൻസ് യെറ്റ് വി ആർ സ്ട്രൈവിംഗ് ഫോർ സക്സസ്. ഇത് സംഭവിക്കുന്നത് ഒരു ദിവസം രാത്രി ഞാൻ ഹെൽത്തി ഫൈമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊളീഗ്സ് ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു കൊളീഗ് പറയുകയാണ്, നീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ബുക്ക് സെൻഡ് ചെയ്തത്. അപ്പം ഞാൻ ലൈക്ക് എന്തിന് ഈ ബുക്ക് എന്തിനു വായിക്കണം എന്നുള്ളത്. നീ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ ബുക്ക്. നീ ഒന്ന് വായിച്ചു നോക്ക്. ഒരു ഷോർട്ട് ബുക്കാണ്, നിനക്ക് പെട്ടെന്ന് തീർക്കാനും കഴിയുന്നു. അത് ഞാൻ വായിച്ച് തുടങ്ങിയതും പിന്നെ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ബുക്കാണിത്. കാരണം അത് തുടങ്ങിയതും ലൈക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ പല അത് വായിച്ചു തുടങ്ങിയതും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച അറിവ് എന്നിലേക്ക് എന്നെ തേടിയെത്തിയ പോലെയായിരുന്നു. ഒരുപാടധികം കാര്യങ്ങൾ ആ ചെറിയ ബുക്കിൻ്റെ അകത്ത് ഇത്രയധികം അറിവുണ്ടെന്ന് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ബുക്ക് മറ്റേതുമല്ല, ഇക്കിഗായ്. ഇക്കിഗായ് എന്ന വാക്കിന് ഒരർത്ഥം പർപ്പസ്. നമ്മൾ ജീവിക്കുന്നത് എന്തിന്? നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നതിന് ഒരു അർത്ഥമുണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. നമ്മൾ വിചാരിച്ചിരുന്ന പണമുണ്ടെങ്കിൽ സന്തോഷം വരും. പണം തീർച്ചയായിട്ടും സന്തോഷം നമുക്ക് തരും. എന്നിരുന്നാലും അതിനപ്പുറത്ത് ആ പണത്തിന് പുറകിൽ ഒരു അർത്ഥം നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ പണമുണ്ട്, അത് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരപ്പെട്ടാലേ നമുക്ക് അതിലൊരു സന്തോഷമുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും പേപ്പർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പർപ്പസ് എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം. അതെന്നെ അതെനിക്ക് മനസ്സിലാക്കിച്ചു തന്നത് ഈ ബുക്കാണ്. ഈ ബുക്ക് തന്നെയാണ് എന്നെ ജാപ്പനീസ് രീതികളിലേക്ക് ഒരുപാട് അടുത്തേക്ക് വലിച്ചത്. അതായത് നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഗോൾസിനെ ചേസ് ചെയ്ത് പോവുക. അതായത് പഠിക്കുക, പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുക, ജോലി ചെയ്ത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുക, എന്നിട്ട് ശിഷ്ടകാലം ഇങ്ങനെ പോവുക. പക്ഷെ ജാപ്പനീസുകാർ അങ്ങനെയല്ല. അവര് സന്തോഷത്തിന്റെ പുറകെയാ പോകുന്നത്. അതായത് ലോകത്തിലെ ഇന്നോവേഷന്റെ നാടാണ്. നമ്മുടെ ഇന്നോവേഷൻസിന്റെ ഒരു ക്യാപിറ്റൽ എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ജപ്പാൻ. വളരെ ചെറിയൊരു ദ്വീപുകളുടെ സമൂഹമാണ് ജപ്പാൻ. യെറ്റ് ടെക്നോളജിയിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്നു. മാങ്കാസ്, ആനിമെ അങ്ങനെ എന്റർടൈൻമെന്റിലും അവർ മുന്നിലാണ്. ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ് അവര്. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെക്കാൾ വളരെ ചെറിയൊരു രാജ്യം എങ്ങനെ നമ്മളെക്കാൾ വളരെ കുറവ് പോപ്പുലേഷനുള്ള നാട്. ആ നാടെങ്ങനെ ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക്ക് മുന്നിട്ട് നിൽക്കുന്ന ശക്തികളായി എങ്ങനെ മാറി? എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രിഗ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവരുടെ രീതികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫിലോസഫി, പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ജാപ്പനീസ് ഫിലോസഫിയിലേക്കൊക്കെ ഒരുപാട് അങ്ങോട്ടേക്ക് പോയി തുടങ്ങിയത്. അതായത് ഇവർ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന പോലെ പഠിക്കുക, ജോലി ചെയ്യുക, റിട്ടയർ ചെയ്യുക അങ്ങനെയല്ല. അവർക്ക് അവിടെ റിട്ടയർമെന്റ് ഇല്ല. അവസാനം വരെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. ആ, അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. അതായത് എല്ലാ ദിവസവും മൂവ് ചെയ്യുക. അതായത് കുത്തിയിരിക്കാതിരിക്കുക, അനങ്ങാതിരിക്കാതിരിക്കുക. എല്ലാ ദിവസവും മൂവ് ചെയ്യുക, ചിരിക്കുക, ഫ്രണ്ട്സിനെ കാണുക, മീറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക. അങ്ങനെ ലൈഫ് ഫുൾ എൻജോയ്മെന്റിലേക്ക് കൊണ്ടുപോവുക. ആ ഒരു ഋതം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജാപ്പനീസുകാരുടെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമുക്ക് എല്ലാം സ്ട്രെസ് ചെയ്ത് പണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഓടുമ്പോൾ അവരവിടെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഓടുക, പണം തനിയെ വന്നോളും എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അവര് ഹാപ്പിനെസ്സിന് ഭയങ്കരമായിട്ട് ഫോക്കസ്. അതുകൊണ്ട് തന്നെ അവര് കഴിവതും കുത്തിയിരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഫിസിക്കലി ഹെൽത്തിയാണ്. ഇക്കിഗായ് എന്ന ബുക്കും അത് തന്നെ പറയുന്നത്. അതായത് പർപ്പസ് കണ്ടുപിടിക്കുക. പർപ്പസിന് എക്സ്പയറി ഇല്ല. നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നുമ്പോൾ ഇപ്പം അതായത് വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകുന്നു. അച്ഛൻ ജോലിക്ക് പോകുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നായി സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. അപ്പോൾ അത് എത്ര കാലം എന്ന് വെച്ചാൽ അച്ഛൻ അതിനു വേണ്ടി തന്നെ മെനക്കെടാൻ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ആ പർപ്പസ് ഡ്രിവൺ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്ര കാലം വേണേലും അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ആ ഭക്ഷണം കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ സന്തോഷിക്കും. ആ ഒരു സ്നേഹം. അപ്പോൾ ആ ഒരു പർപ്പസ് ബേസ് ചെയ്തുള്ള പോകുന്ന കാര്യങ്ങൾക്ക് ഈ എക്സ്പയറി ഇല്ല.
അത് തന്നെയാണ് അവരുടെ സന്തോഷത്തിന്റെ താക്കോലും. അതായത് പർപ്പസാണ് അവരുടെ സന്തോഷം, പണമല്ല. നിങ്ങൾ ബ്ലൂ സോൺസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ലോകത്തെ 7, 8 ബ്ലൂ സോൺസ് ഉണ്ട്. അതായത് ഈ ബ്ലൂ സോൺസിൽ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ 100 വയസ്സോ അതിന് മേലെയോ ജീവിക്കുന്ന വളരെ സാധാരണമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ബ്ലൂ സോണാണ് ഓക്കിനവ, ജപ്പാനിലെ ഓക്കിനവ. വില്ലേജ് ഓഫ് ലോഞ്ചോവിറ്റി എന്ന് പറയുന്നത്. അവിടെ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ബുക്കാണ് ഈ ഇക്കിഗായ്. ഒട്ടുമിക്ക ആളുകളും ഇതിന്റെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷേ ജെനറ്റിക്സ് അല്ല, അതിനപ്പുറം അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് ഉള്ള കുറച്ച് പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ലൈറ്റ് മൂവ്മെന്റ് എവറി ഡേ. അതായത് അത് തന്നെ ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഗാർഡനിങ് ഒക്കെ ചെയ്യാന്ന് പറയാം. ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് എക്സസൈസ് ആയിട്ടാണ് അവർ കാണുന്നത്. അതായത് ചെരുപ്പൊന്നും ഇല്ലാതെ മണ്ണിൽ നമ്മൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ബോഡിക്ക് ഗ്രൗണ്ടിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് ഓയിൽ റിഗിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നാട്ടിൽ വരുമ്പോഴേക്കും അവരോട് ഡോക്ടേഴ്സ് പറയും ഗ്രൗണ്ടിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരോട് പറയും. അതായത് ചെരുപ്പില്ലാണ്ട് നമ്മൾ ഭൂമിയെ തൊട്ട് നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഈസ് എ റിസർവോയർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അതേ സംഭവം നമ്മുടെ ബോഡിയിൽ ചാർജസ് ഉണ്ടാവും. അതായത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും നീരുവീഴ്ച, ഇൻഫ്ലമേഷൻ ഇതൊക്കെ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു അക്യുമുലേഷൻ ഓഫ് ചാർജസ് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി അല്ല. അതുകൊണ്ട് തന്നെ അത് ഭൂമിയിലേക്ക് റിലീസ് ചെയ്ത് വിടാൻ നമ്മൾ ചെരുപ്പില്ലാതെ എല്ലാ ദിവസവും ഭൂമിയിൽ നടക്കണം, ചവിട്ടണം. അപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇത് നന്നായി നടക്കുന്നതായിട്ട് പറയുന്നത് നമ്മുടെ കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയാണ്. അത് തന്നെ നോർത്ത് സൈഡിലേക്കുള്ള രാജ്യങ്ങളിലെല്ലാം അവർക്ക് മഞ്ഞുകാലത്തൊന്നും അത് പറ്റില്ല. കാരണം ഫുൾ മഞ്ഞ് മൂടിയിരിക്കുന്നിടത്ത് അവർക്ക് പുറത്തിറങ്ങി നിലത്ത് തൊടുക എന്നുള്ളത് ലൈക്ക് കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ വളരെയധികം സമ്മർ ആകുമ്പോഴേക്കും ഒരുപാട് ഔട്ട്ഡോറിൽ ജീവിക്കാൻ അവർ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, ഗ്രൗണ്ടിങ് ഇഷ്യൂസ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പലപ്പോഴും എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഓരോ ജീവിത രീതികളൊക്കെ കാണുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഈ ലൈറ്റ് ആക്ടിവിറ്റി, ഗാർഡനിങ്. ഗാർഡനിങ് അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു ലേറ്റസ്റ്റ് ബ്രേക്ക് ത്രൂ പോലെ വന്ന ഒരു കാര്യമാണ് ഒരു ഇന്റർമീഡിയറ്റ് വാക്കിംഗ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അതായത് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് നടക്കണമെന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ജാപ്പനീസുകാർ ട്രയൽ ആൻഡ് എററിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണെന്നാണ് ഞാൻ കേട്ടത്. അതായത് 3 മിനിറ്റിൻ്റെ നടപ്പ്. അതായത് ആദ്യത്തെ 3 മിനിറ്റ് നിങ്ങൾ ഈസി ആയിട്ട് നടക്കുക. പിന്നെയുള്ള 3 മിനിറ്റ് നിങ്ങൾ ബ്രിസ്ക് വാക്ക് ചെയ്യുക. അതായത് ഒരു വണ്ടി മിസ്സാകാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ അത് ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ല സ്പീഡിൽ നടക്കുക. അപ്പം ഇങ്ങനെ 3 മിനിറ്റ് ഈസി ആയിട്ട് വാക്ക് ചെയ്യുക, 3 മിനിറ്റ് ബ്രിസ്ക് വാക്ക് ചെയ്യുക. അങ്ങനെ ഒരു അരമണിക്കൂർ ലൈക്ക് 10 റൗണ്ട്സ് സംതിങ് അങ്ങനെ ചെയ്യുന്നത് ഈ 10,000 സ്റ്റെപ്സ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നോർമലി ഞാൻ എൻ്റെ ക്ലയൻസിനെ ചെയ്യിപ്പിക്കുന്നത്, ഞങ്ങൾ ഇതിനെ ഇൻ്റർവെൽ വാക്കിംഗ് എന്നാണ് പറയുന്നത്. അത് സ്പെഷ്യൽ കാർഡിയോ ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് എനർജി മെക്കാനിസംസ് യൂസ് ചെയ്യാനും മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ലാക്റ്റിക് ആസിഡ് ത്രെഷോൾഡ് ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കണം, നടന്നാൽ പോരെ, വലിയ എഫേർട്ടൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഒരു ദിവസം അരമണിക്കൂർ സ്പെൻഡ് ചെയ്താലും മതി. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്. പിന്നെ ഇവർ ഫോക്കസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാവോയി എന്ന് പറയും. അതായത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ലൈക്ക് മൈൻഡഡ് ഫ്രണ്ട്സ്. അതായത് ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. അതായത് അവരുടെ നെയ്ബേഴ്സുമായിട്ടൊക്കെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളിലാണ് എക്സസൈസ്, ഫുഡ്, സ്ലീപ്പ്, പിന്നെ ഹ്യൂമൻ കണക്ഷൻസ്. അതായത് നമ്മളുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും. അതായത് സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻറ്റ് പണ്ട് നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനെ അവർ ഒരാഴ്ചത്തേക്കോ മറ്റോ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനെ മെഡിക്കൽ സ്റ്റുഡൻസ് അപ്പോൾ ഇവർ ഫിസിക്കൽ എക്സസൈസിന് കൊണ്ടുപോയി എക്സസൈസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരുടെ കോർട്ടിസോൾ ലെവൽസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു അതിൻ്റെ ശേഷം. അതുപോലെ നെക്സ്റ്റ് വീക്കിലോ മറ്റോ അവർ
സർപ്രൈസ് ടെസ്റ്റ് ഇട്ടു ഈ മെഡിക്കൽ സ്റ്റുഡൻസിന്. അതായത് പെട്ടെന്ന് അവർ പ്രഷർ ചെയ്ത് ഒരു എക്സാം എഴുതാൻ വിധേയരാക്കി. അവർ ആവശ്യത്തിന് ടെൻഷനും കൊടുത്തു. അപ്പോൾ അന്നേരം ആ എക്സാം കഴിഞ്ഞിട്ട് ഇവരുടെ കോർട്ടിസോൾ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ എക്സർസൈസ് ചെയ്തതിന് ഒപ്പം തന്നെ നിൽക്കുന്നു നമ്മുടെ ഈ എക്സാമിനുണ്ടാകുന്ന ടെൻഷൻ. അതായത് ഈ മെന്റൽ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക്. നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് വരുന്ന 10ാം ക്ലാസ്സിലെ എക്സാം, +2 എക്സാം, എൻട്രൻസ് എക്സാം. ഈ +2ന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് ബെഡിലോട്ട് ഒരൊറ്റ കിടപ്പായിരിക്കും. ഓം ശാന്തി ഓശാന സിനിമയിലും കാണിക്കുന്നുണ്ട്. എൻട്രൻസിന്റെ എക്സാം കഴിഞ്ഞിട്ട് ആള് അടുത്ത 2 ദിവസമോ 3 ദിവസമോ ആണ്ട് നേരെ കിടന്നങ്ങ് ഉറങ്ങിയെന്ന്. അതായത് അത്രയ്ക്കും സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. അപ്പം മെന്റൽ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം മെന്റൽ സ്ട്രെസ്സിന് ഫിസിക്കൽ സ്ട്രെസ്സിന് അത്രയും തന്നെ ആഘാതമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഒരു പരിധിവരെ നമ്മളുടെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് മനസ്സിലാക്കിയോണ്ടായിരിക്കണം ഇവര് അവരുടെ മാവോയിയെ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇക്കിഗായ്, പർപ്പസ്. ചെയ്യുന്ന കാര്യത്തിൽ എന്തോ ഒരു പർപ്പസ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ആയവർക്ക് എന്താണ് പർപ്പസ്? അവരുടെ ഗ്രാൻഡ് ചൈൽഡിനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതായിരിക്കാം. പണ്ടത്തെ അവരുടെ കയ്യിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ പാട്ട് പാടാൻ പഠിപ്പിക്കുന്നതായിരിക്കാം, പടം വരയ്ക്കാൻ പഠിപ്പിക്കുന്നതായിരിക്കാം, എന്ത് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതാവാം. അതായത് അവർ മുന്നോട്ട് ജീവിക്കുന്നതിന് ഒരു പർപ്പസ് അവരെന്നും കണ്ടെത്തുന്നുണ്ട്. അത് തന്നെയാണ് അറൗണ്ട് സയൻസ് പറയുന്നതും. ലൈക്ക് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നവർ അറൗണ്ട് അത്ര ഹാപ്പി അല്ലാത്തവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറൗണ്ട് 7 ഇയേഴ്സ് മോർ ജീവിക്കുന്നുണ്ടെന്ന്. അതായത് 7 വർഷം കൂടുതൽ ആയുസ് കിട്ടുന്നുണ്ട് എന്നാണ്. ഇനി നിങ്ങളുടെ ഇക്കിഗായ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. ഈ ചോദ്യം ഞാൻ എന്നോടും പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പൊസഷൻസ് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. നാളെ നിങ്ങൾ ഒന്നിൽ നിന്നും തുടങ്ങുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ സ്റ്റിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അങ്ങനൊരു കാര്യം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തൂ. സ്വയമേ ഒന്നിരുന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ആത്മാവിനോട് തന്നെ തിരിച്ച് സംസാരിക്കൂ. ഇനി അതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇക്കിഗായുടെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നിങ്ങളോട് പറയാൻ തന്നേ ഉള്ളൂ. അതായത് ഈ ബുക്കൊന്ന് വായിച്ചു നോക്കുക. വളരെ ചെറിയ ബുക്കാണ്. പെട്ടെന്ന് വായിച്ച് തീർക്കാനും കഴിയും. പക്ഷേ ഇത് തരുന്ന അറിവ് ഒരു പക്ഷേ നിങ്ങളുടെയും ആയുസ്സിനെ ദീർഘായുസ്സാക്കി മാറ്റിയേക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് അറിവുണ്ട്. അത് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ അത് കണ്ടന്റായിട്ട് വരുന്നതുമാണ്. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ്സ് ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെങ്കിലും ജീവിക്കാമെന്നല്ല, ഇന്നത്തേക്ക് ജീവിക്കൂ. ഈ നിമിഷമാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ ദിവസവും ആഘോഷമാക്കി മാറ്റാൻ കഴിയട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും